തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആശുപത്രിക്ക് മുന്നിൽ കുടുംബവും നാട്ടുകാരും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. യുവതിയുടെ ബന്ധുക്കളുമായി ആശുപത്രി സൂപ്രണ്ട് ചർച്ച നടത്തി. ചർച്ച തൃപ്തികരമല്ലെന്നും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. അന്വേഷണത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവർക്ക് ആകെയുള്ള അറിവ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത് തരം അന്വേഷണമാണ് എന്ന് പോലും അവർക്കറിയില്ല. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സർക്കാരിനെ അറിയിക്കാം എന്നവർ ഞങ്ങളോട് പറഞ്ഞു. സർക്കാരിൻ്റെ പ്രതികരണം എന്താണ് എന്നറിയുന്നതുവരെ ഞങ്ങൾ ഇവിടെ തുടരും എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഒരു ജീവന് നൽകുന്ന വില എത്രയാണ് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനിടെ SAT സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തി. ബന്ധുക്കളുടെ പരാതിയിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, ഉണ്ടായ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ടായ വീഴ്ച എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇത് വേണുവിന്റെ മരണത്തിന് ശേഷമുള്ള അടുത്ത വീഴ്ചയായി വരികയാണ്. SAT-യിലാണ് സംഭവം. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ഏറെ വേദനാജനകമായൊരു വാർത്തയായിരുന്നു ഉച്ചയോടുകൂടി SAT-യിൽ നിന്നും പുറത്തു വന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ BJP ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. BJP-യുടെ നേതാവ് V മുരളീധരൻ ഇന്നിപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഈ SAT സൂപ്രണ്ട് ബിന്ദുവുമായിട്ട് ചർച്ച നടത്തിയത്. ഇതിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രകാരം 5-അംഗ സമിതിയെ നിയോഗിച്ച് ഈ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രത്യേക ടീമിനെ നിയോഗിച്ച് 2 ദിവസത്തിനുള്ളിൽ അടിയന്തരമായിട്ട് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DMAക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ V മുരളീധരൻ മുന്നോട്ട് വെച്ച ഈ ഒരു സുപ്രീം കോടതിയുടെ നിർദ്ദേശം അത് സർക്കാരിനെ അറിയിക്കാമെന്ന് മാത്രമാണ് നിലവിൽ സൂപ്രണ്ട് നൽകിയിരിക്കുന്ന മറുപടി. എന്തായാലും സമരവുമായിട്ട് ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഈ ശിവപ്രിയയുടെ മൃതദേഹം ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം പോലും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സർക്കാർ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന സമീപനമാണ് തുടരുന്നത്. കാരണം ശിവപ്രിയയുടെ ഭർത്താവ് മനുവിന് തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണം പോലും നൽകാൻ ഒരധികാരികളും ഇതുവരെ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഗൈനക്കോളജി ഹെഡുമായിട്ട് മനു ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും നടത്തിയ ചർച്ചയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അവ്യക്തമായ ഒരു പ്രതികരണത്തിനപ്പുറത്ത് ആരാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും മെഡിക്കൽ കോളേജ് അധികൃതർക്ക് അറിയില്ല. 2 ദിവസം മുൻപ് മരണപ്പെട്ട വേണുവിൻ്റെ മരണം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഡോക്ടർമാർക്ക് പിഴവില്ലെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അന്തിമ റിപ്പോർട്ട് നാളെ DMA നൽകാനിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിച്ച് പോരുകയാണ്. അതുകൊണ്ടാണോ സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം നടപ്പിലാക്കണമെന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത്? അല്ല, ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിൽ സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അന്വേഷണത്തിന് മാത്രമേ സാധുതയുള്ളൂ. അങ്ങനെയുള്ളൊരു അന്വേഷണം നടക്കാതെ മറ്റ് അന്വേഷണങ്ങളൊക്കെ തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്നുള്ളതിനപ്പുറത്ത് അതിന് പ്രാധാന്യമില്ല. സുജയ, നമുക്കിപ്പോൾ മനു കൂടി ചേരുന്നുണ്ട്. മനു, ഈ നഷ്ടപരിഹാരം അടക്കമുള്ളവ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഈ ചർച്ചയിൽ? ഇപ്പോൾ 1 ലക്ഷത്തിലധികം രൂപ ചിലവായിട്ടുണ്ട് ഈ ചികിത്സയിൽ മാത്രമായിട്ട്. ചർച്ചയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവർ ഇതിന് നടപടിയെടുക്കാന്ന്. ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് സൂപ്രണ്ട് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അവർ ഇപ്പോഴും നമ്മളെ തെറ്റെന്നാണ് പറയുന്നത്. സുജയ, വ്യക്തമാണ് തുടക്കം മുതൽ. അതായത് ഈ ശിവപ്രിയയുടെ പ്രസവം കഴിഞ്ഞ് പിന്നീട് പനി വന്നതിന് ശേഷം ഇവിടെ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ കുടുംബത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു SAT-ലെ ഡോക്ടർമാർക്ക് ഉണ്ടായിരുന്നത്. അതാണ് വീണ്ടും ഇന്നിപ്പോൾ സൂപ്രണ്ടിൻ്റെ ചർച്ചയിൽ നടക്കുമ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നു. സൂപ്രണ്ട് പറയുന്നത് കുടുംബത്തിൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആ ആവർത്തനം വീണ്ടും സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. സുജയ, അരുൺ സോളമനാണ് SAT ആശുപത്രിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്.